ജയ് മോഹൻജി. ഗുരുപാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള ഊർജങ്ങൾ അല്ലെങ്കിൽ സ്വാധീന ശക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. മോഹൻജിയുടെ ഉന്മത്തൻ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള വിവരങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഗുരുദേവൻ്റെ മാർഗസൂചകമായ ഈ അറിവ് മനസ്സിലാക്കുന്ന ഏതൊരു സാധകനും തങ്ങളുടെ ആത്മീയ പരിണാമത്തിൻ്റെ പാതയിൽ ഉയർന്നു വരുന്ന പ്രതിബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ തരണം ചെയ്യാൻ സാധിക്കും. 5 തരത്തിലുള്ള സ്വാധീന ശക്തികൾ നമ്മെ ആപേക്ഷികതയിൽ അല്ലെങ്കിൽ ആപേക്ഷിക അന്ധകാരത്തിൽ നിർത്തുന്നു. ഇവയെല്ലാം തന്നെ ഏറെ സ്വാധീനമുള്ളവയും നമ്മുടെ നിത്യജീവിതത്തിന് അനിവാര്യമായിരിക്കുന്നവയുമാണ്. യഥാർത്ഥത്തിൽ 15% മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അദൃശ്യമാണ്. ഈ സ്വാധീന ശക്തികളും തലങ്ങളും എല്ലാം തന്നെ ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. എങ്കിലും അവയുടെ പ്രകൃതം വ്യത്യസ്തമാണ്. 1. ഊർജങ്ങൾ. ഊർജങ്ങൾ എന്നാൽ ആത്മാക്കളല്ല. അവ ഊർജങ്ങളായി തന്നെ നിലകൊള്ളുന്നു. അല്ലാതെ ശരീരം സൃഷ്ടിക്കാനാകുന്ന ജീവാത്മാക്കളായല്ല. അവയെ മൂർത്തീകരിക്കപ്പെട്ട ഗുണങ്ങളായി കണക്കാക്കാം. അവയുടെ പ്രകൃതം മറ്റുള്ളവരെ ആശ്രയിച്ച് അവരിലൂടെ പ്രവർത്തിച്ച് പ്രകാശിതമാകുന്ന പരാന്നഭോജികളുടേതുപോലെയോ അണുക്കളുടേതുപോലെയോ കണക്കാക്കാം. അവയ്ക്ക് തഴച്ചു വളരുവാൻ പാകത്തിനുള്ള നിങ്ങളുടെ സ്വത്വത്തിൻ്റെ ഭാഗവുമായി അവ ബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങളുടെ ഊർജകോശങ്ങളുമായി, അതായത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ ഊർജകോശങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് അവയുടെ ആവശ്യപ്രകാരമുള്ള കോശത്തിൽ കയറിപ്പറ്റുന്നു. ആ വ്യക്തി ആരാണോ എന്താണോ എന്നത് അവയ്ക്ക് അപ്രധാനമാണ്. ആ വ്യക്തിയുടെ പ്രവൃത്തികളാണ് അവയ്ക്ക് ശക്തി പകരുന്നത്. മദ്യാസക്തിയോ കാമാസക്തിയോ ഹിംസയോ അസഭ്യമായ പെരുമാറ്റമോ പോലുള്ള പ്രവണതകളാൽ പോഷിപ്പിക്കപ്പെട്ടാണ് അവ ശക്തി നേടുന്നത്. ഈ പ്രവണതകളും ത്വരകളും തങ്ങളുടേതാണെന്ന് അവയുടെ ഇരയെക്കൊണ്ട് തോന്നിപ്പിച്ചാണ് അവ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവ സൂക്ഷ്മമായ ഊർജങ്ങളാണ്, അല്ലാതെ മറ്റ് ജീവാത്മാക്കളുടെ ആത്മാക്കളല്ല. മുളയ്ക്കേണ്ടത് എവിടെയാണെന്നറിയുന്ന വിത്തിൻ്റെ പോലെ ഈ ഊർജങ്ങൾക്ക് എന്തിനെ ഭക്ഷിക്കണമെന്നും എവിടെ വളരാമെന്നും അറിയാം. നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം പ്രകൃതമുള്ള ഊർജങ്ങളാണ് നിങ്ങളിലേക്ക് പ്രവേശിക്കുക. എന്തെന്നാൽ അവയ്ക്ക് കഴിയാനും വളരാനും പ്രകാശിതമാകാനും പാകത്തിനുള്ള സ്ഥലമാണത് എന്നറിയാൻ അവയ്ക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ രോഗാണുക്കൾ കടന്നു കയറുന്നത് പോലെ ഇത്തരം ഊർജങ്ങൾക്കും കടന്നു കയറാൻ സാധിക്കും. നിങ്ങൾ അറിയുക പോലുമില്ല. അവയ്ക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാം. അവയുടെ നിലനിൽപ്പ് ഒരു ജന്മത്തിൽ മാത്രമല്ല, പല പല ജന്മങ്ങളിലുമായി തുടരാം. 2. വഴിയറിയാതെ അലയുന്ന ദുർബല രൂപഘടനകൾ. തങ്ങളുടേതായ ശരീരം സൃഷ്ടിക്കാൻ സാധിക്കാത്തത്രയും ദുർബലമായ രൂപഘടനകളാണ് ഇവർ. ഇവയെ ഊർജങ്ങളുമായി തെറ്റിദ്ധരിക്കരുത്. നിത്യമായ അസ്തിത്വമില്ലാത്ത ഇവർക്ക് മുക്തി ലഭിക്കാവുന്നതാണ്. എങ്കിലും ഇവർക്കതിനുള്ള മാർഗം അറിയില്ല. ഇവർ വഴി അറിയാതെ അലയുന്നു. എന്തുകൊണ്ടാണ് ഈ രൂപഘടനകൾക്ക് ശരീരമില്ലാത്തത്? അവ ശരീരത്തിൽ നിലനിന്നിരുന്ന സമയത്ത് അവയ്ക്ക് ഔന്നത്യമുണ്ടായില്ല. ഒരു ഗുരുവിനോടോ ഈശ്വരനോടോ അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. തരംഗനിലയെ ഉയർത്തി ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന യാതൊരു കർമ്മവും, സാധന, ജപം, ഈശ്വരഭജനം തുടങ്ങിയവയൊന്നും അവർ ചെയ്തിട്ടില്ല. ഭൗതികമായ ജീവിതത്തിലും വികാരങ്ങളിലും ആണ്ടുകിടന്നതിനാൽ അവർ ഈ തലത്തിൽ തന്നെ പെട്ടുപോയി. അത്തരം ഐഹികവാസികൾ ധാരാളമുണ്ട്. സാധാരണ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണമാണെങ്കിൽ മറ്റൊരു ജന്മം എടുക്കാൻ എളുപ്പമുണ്ട്, അത് ചംക്രമണത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. എങ്കിലും അവർക്ക് ശരീരമില്ലാത്ത ഒരു അസ്തിത്വത്തിൽ ചിലപ്പോൾ നിലനിൽക്കേണ്ടതായി വന്നേക്കാം. ഇതെന്തുകൊണ്ടെന്നാൽ അവർക്ക് ശരീരം നഷ്ടപ്പെട്ടിരിക്കും. എങ്കിലും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വിട്ടുപോവാതെയും നിറവേറാതെയും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. ഇവയെ നിറവേറ്റാൻ അനുയോജ്യമായ ഒരു ശരീരം അവർ കണ്ടെത്തും. സാധാരണ ചംക്രമണത്തിൻ്റെ ഭാഗമല്ലാത്തതിനാൽ ആത്മഹത്യ, കൊലപാതകം തുടങ്ങിയ അസാധാരണ മരണങ്ങളിൽ ഇതിനുള്ള സാധ്യതകൾ അധികമാണ്. ഈ വഴിയറിയാത്ത രൂപഘടനകളും ഊർജങ്ങളുടേത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവയുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ചിന്തകൾ അവ നിങ്ങൾക്ക് തരും. ഉദാഹരണമായി, മദ്യം കഴിക്കൂ അല്ലെങ്കിൽ സംഭോഗത്തിലേർപ്പെടൂ. ഇരയ്ക്ക് ഇവ സ്വന്തം ആഗ്രഹങ്ങളും ത്വരകളുമായി തോന്നും.
ഇരയുടെ പ്രവൃത്തിയും ആഗ്രഹങ്ങളുമായാണ് സമൂഹം അതിനെ കാണുക. എന്തെന്നാൽ അവർക്ക് ഇരയെ മാത്രമേ കാണാനാകൂ. എന്നിട്ട് സമൂഹം ഇരയെ മദ്യപനെന്നോ ദുർമാർഗിയെന്നോ ചൂതാട്ടക്കാരനെന്നോ ഒക്കെ മുദ്രകുത്തും. എങ്കിലും ഇവയെല്ലാം ഉദ്ഭവിക്കുന്നതെവിടെന്ന് അതാർക്കും അറിയില്ല. ഈ രൂപഘടനകൾക്ക് ജന്മമെടുക്കേണ്ടതെങ്ങനെയെന്നറിയില്ല. അവർക്ക് അവരുടെ മാർഗം അറിയില്ല. ഭൂമിയുമായി അവർ ബന്ധിതരായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ചിന്തയാണ്. അവർക്ക് ആരിലേക്കാണ് എളുപ്പത്തിൽ പ്രവേശിക്കാനാകുക? വികാരപരമായി അസന്തുലിതമായിരിക്കുന്നവരിലേക്കും. എന്തിനോടെങ്കിലും അടിമപ്പെട്ടിരിക്കുന്നവർ, നിരന്തരമായി കുറ്റം പറയുന്നവർ, വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർ, വിലയിരുത്തുന്നവർ, ക്രുദ്ധരാകുന്നവർ, അങ്ങനെ നിഷേധാത്മകമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരിലേക്ക്. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. സാധന ചെയ്തതുകൊണ്ട് അലഞ്ഞു നടക്കുന്ന ഇത്തരം രൂപഘടനകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കില്ല. സദ്ഗുണമുള്ള ചില രൂപഘടനകൾക്കും നമ്മളിലേക്ക് സന്നിവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. സാധകരുടെ രൂപഘടനയായിരിക്കും ഇവയ്ക്ക്. ഈ സദ്രൂപഘടനകൾക്ക് എന്തെങ്കിലും മുഴുമിപ്പിക്കാത്ത ജോലികൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ശരീരം എടുക്കാൻ പറ്റാത്തതായിരിക്കും. അതിനാൽ തങ്ങളുടെ സാധന തീർക്കാനായി അവ ഉചിതമായ ഒരു ശരീരം കണ്ടെത്തും. അങ്ങനെയാണ് അവ തങ്ങളുടെ പാത സുഗമമാക്കുക. ഇരകളെ അവർ ചെയ്യുന്ന സാധന തെറ്റാണെന്ന് ധരിപ്പിച്ച് തങ്ങളുടേതായ സാധനയിലേക്ക് കൊണ്ടുവരാനായി അവ സ്വാധീനിക്കും. ഇത്തരം രൂപഘടനകളെ ഒഴിക്കാനും ശുദ്ധികർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും. എന്തുകൊണ്ടാണത്? അതെന്തെന്നാൽ അലഞ്ഞു നടക്കുന്ന രൂപഘടനകൾ അവയുടെ സ്വന്തം പുരോഗമനത്തിനു വേണ്ടി ഇരയെ അതിനു തക്കതായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, കൃഷ്ണസാധന ചെയ്യുന്ന ഒരാളിലേക്ക് ശിവസാധന ചെയ്തുകൊണ്ടിരുന്ന ഒരു രൂപഘടന സന്നിവേശിച്ചു എന്ന് സങ്കല്പിക്കുക. താൻ കൃഷ്ണസാധന തുടർന്നു പോകുന്നതുകൊണ്ട് യാതൊരു ഫലവും സിദ്ധിക്കുകയില്ല എന്ന് ഇരയെ ഈ രൂപഘടന ധരിപ്പിക്കും. ഇതെല്ലാം മിഥ്യയാണെന്നും ശ്മശാനത്തിൽ പോയി ശിവസാധന ചെയ്യുകയാണ് വേണ്ടതെന്നും ഇരയ്ക്ക് തോന്നിപ്പിക്കും. ഇരയ്ക്ക് തൻ്റെ ജീവിതം മുഴുവൻ വ്യർത്ഥമാക്കി എന്ന തോന്നൽ വരാം. ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ വ്യർത്ഥമാണെന്നും അവർക്ക് തോന്നിയേക്കാം. അങ്ങനെ അവർ വഴിതെറ്റി അന്വേഷണം തുടങ്ങിയേക്കാം. ചിലപ്പോൾ അവരെ ആത്മഹത്യയ്ക്ക് വരെ ഇത് പ്രേരിപ്പിച്ചേക്കാം. ഇങ്ങനെയാണ് അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ രൂപഘടനകൾ, സദ്ഗുണമുള്ളതും ദുർഗുണമുള്ളതും, നിങ്ങളുടെ ശരീരത്തിൽ സന്നിവേശിക്കുന്നത്? ഹിംസാത്മകവും നിഷേധാത്മകവുമായ പ്രവൃത്തികൾ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ, അതായത് യുദ്ധഭൂമികൾ, കൊലപാതകം നടന്ന സ്ഥലങ്ങൾ, ശ്മശാനങ്ങൾ, ചുടലക്കാടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഉണ്ടായിരിക്കും. ഇത്തരം രൂപഘടനകൾ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ അയാൾ അതിനുള്ള വാതിൽ മലർക്കെ തുറന്നിടണം. നിഷേധാത്മകമായ പ്രവൃത്തികളും അത്തരത്തിലുള്ള വികാരങ്ങളും വിമർശനപരമായ സ്വഭാവവും അഹങ്കാരവും അസൂയയും പോലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് എളുപ്പം സാധിക്കും. സുരക്ഷയുടെ ആവരണമില്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവയ്ക്ക് എളുപ്പം നിങ്ങളിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ അതിശക്തനാണെങ്കിലോ ഒരു ഗുരുവിൽ പൂർണ്ണമായും സമർപ്പിതനാണെങ്കിലോ അവർക്ക് നിങ്ങളുടെ അടുത്തെത്താനാകില്ല. എന്തെന്നാൽ നിങ്ങളുടെ പ്രഭാവലയം അത്ര ശക്തമായിരിക്കും. അതിലൂടെ തുളച്ചു കയറാൻ അവർക്ക് സാധിക്കില്ല. ഒരിക്കൽ അവർ ഇരയിൽ പ്രവേശിച്ചാൽ ഇര പൂർണ്ണമായും കുഴങ്ങും. ചിലർ ആത്മഹത്യ വരെ ചെയ്തേക്കാം. 3. സത്തുക്കൾ. സത്തുക്കൾ നമ്മളെപ്പോലുള്ള ആത്മാക്കളാണ്. അവയ്ക്ക് വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ശരീരമില്ല. ഇവരിൽ ചിലത് ശൂന്യാകാശത്തിൽ നിന്ന് വന്നതുമാകാം. അവർ ഊർജരൂപങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇരയിൽ ഒരു പരാന്നഭോജിയെപ്പോലെ കൊളുത്തി ഇരയിലൂടെ അനുഭവങ്ങൾ നേടും. പലപ്പോഴും ഇരയ്ക്ക് ഹാനികരമായ രീതിയിലായിരിക്കും ഇത്. ഇക്കാര്യത്തിൽ അവ ഊർജങ്ങളുടേതുപോലെയാണ്. എന്നാൽ ഊർജങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ ഒരു കൂട്ടമായിട്ടാണ് സ്ഥിതി ചെയ്യുക. ഇവയ്ക്ക് മോക്ഷപ്രാപ്തി നേടുക എന്ന ലക്ഷ്യമില്ല. ഭൂമി വിട്ടുപോകണമെന്ന ആഗ്രഹവുമില്ല. എന്തെന്നാൽ അവർ തങ്ങളുടെ വ്യവഹാരങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മോക്ഷപ്രാപ്തി കാക്ഷിക്കുന്ന അലഞ്ഞു നടക്കുന്ന രൂപഘടനകളുമായി ഇക്കാര്യത്തിൽ ഇവയ്ക്ക് വ്യത്യാസമുണ്ട്. ഒരു സമാന്തര ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സത്തുക്കൾ നിങ്ങളിലേക്ക് നേരിട്ട് അയക്കപ്പെട്ടതോ നിങ്ങളാൽ വിളിക്കപ്പെട്ടതോ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മുഖാന്തരവും ഇവ വന്നെത്താം.
ഇവ സംഭോഗത്തിലൂടെയോ സാമീപ്യത്തിലൂടെയോ അകൽച്ചയോ സഹാനുഭൂതിയോ തുടങ്ങിയ ശക്തമായ വികാരങ്ങളിലൂടെയോ പകർന്നു കിട്ടാം. ഉദാഹരണത്തിന്, ഇത്തരം സത്തുക്കളുമായി സഹവർത്തിത്വം ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ സത്തുക്കൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാം. അവർ നിങ്ങളിലേക്ക് ഇവയെ അയക്കുന്നതുമല്ല, നിങ്ങൾ അവയെ വിളിച്ചു വരുത്തുന്നതുമല്ല. എങ്കിലും നിങ്ങളിലേക്കുള്ള ഒഴുക്ക് മൂലം അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. ഈ സത്തുക്കൾക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് തോന്നും. അങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് എത്തുക. അവയ്ക്ക് അനുഭവങ്ങളിലോ ഇരയുടെ ഊർജം വലിച്ചെടുക്കുന്നതിലോ താൽപ്പര്യമില്ല. നിയന്ത്രിക്കുന്നതിലോ ബാധിക്കുന്നതിലോ തങ്ങളെ ആകർഷിക്കുന്ന വ്യക്തിയിൽ അവയ്ക്ക് ഒരു ഉടമസ്ഥതാബോധം തോന്നുന്നു. അത് സ്നേഹമല്ല, മറിച്ച് അസൂയയും ദേഷ്യവും സ്വന്തമെന്ന തോന്നലുമാണ്. അതിനാൽ നിങ്ങൾ ആരെങ്കിലുമോ എന്തെങ്കിലുമോ ആയി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അവ അതിനെ തടയാൻ ശ്രമിക്കും. നിങ്ങളിൽ അവയുടെ പൂർണ്ണമായ ഉടമസ്ഥതയെ ഈ ബന്ധം ഇല്ലാതാക്കിയേക്കും എന്നതിനാലാണിത്. അത്തരത്തിലുള്ളതിനോട് നിങ്ങളുടെ മനസ്സിൽ വെറുപ്പും ദുഷ്ചിന്തകളും അവ കൊണ്ടുവരും. ഇതെല്ലാം നിങ്ങളുടെ തന്നെ സ്വന്തം തോന്നലുകളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതൊന്നും നിങ്ങൾക്ക് നല്ലതല്ല എന്നോ ഇയാൾ നിങ്ങൾക്ക് നല്ലതല്ല എന്നൊക്കെയോ ഉള്ള ഉൾവിളികളായി ഇവ തോന്നാം. ഈ ചിന്തകളൊക്കെ നിങ്ങളിൽ സ്വയം ഉണ്ടാകുന്നതല്ല, ജനിപ്പിക്കുന്നതാണ്. പലർക്കും തങ്ങളുടെ ഗുരുവിനെക്കുറിച്ച് ഇത്തരം തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. തങ്ങളുടെ ഗുരുവിൽ നിന്നും മോശമായ ഒരനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും അവർക്ക് തങ്ങളുടെ ഗുരു തങ്ങൾക്ക് നല്ലതല്ല എന്ന തോന്നലുണ്ടാകാം. എന്നാൽ ഒരു ഗുരുവിൻ്റെ സമീപത്തെത്തുമ്പോൾ ഇത്തരം സത്തുക്കൾ ഓടിയകലും. അപ്പോൾ എല്ലാം വേണ്ടതുപോലെയാകും. എങ്കിലും നിങ്ങൾ വശംവദരാകാൻ എളുപ്പമുള്ള സമയങ്ങളിൽ അവ പിന്നെയും ആക്രമിച്ചേക്കാം. 4. ദുർമന്ത്രവാദത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാക്കൾ. ഇത്തരം ആത്മാക്കൾ സ്വാർത്ഥ പ്രകൃതിയുള്ളവരാണ്. അവയുടെ ലക്ഷ്യം നിങ്ങളെ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ആയിരിക്കും. നിങ്ങൾ അവയുടെ തലത്തിലല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാൻ അവയ്ക്ക് സാധിക്കും. സാധനയിലൂടെ ആൾക്കാർക്ക് ഇത്തരം ആത്മാക്കളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ സാധിക്കും. ഇത് പണത്തിനു വേണ്ടിയോ എന്തെങ്കിലും കുൽസിത ലക്ഷ്യത്തിനു വേണ്ടിയോ ആയിരിക്കും. ഇത്തരം ആത്മാക്കളെ നിയന്ത്രിക്കുന്നവർ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശക്തരും ഉന്നതരുമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അവർ രക്തബലികൾ പോലുള്ള ഹിംസാത്മകമായ കർമ്മങ്ങളിലൂടെയും ഹോമങ്ങളിലൂടെയും നിഷേധാത്മകമായ തരംഗത്തിലുള്ള ദുരാത്മാക്കളെ ആകർഷിക്കുന്നു. ഒരിക്കൽ ഇത്തരം ദുരാത്മകളെ ആകർഷിച്ചു കഴിഞ്ഞാൽ അവയെ അധീനത്തിലാക്കി മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുന്നു. നിങ്ങളിലെ യഥാർത്ഥ ആത്മാവ്. കർമ്മനിബദ്ധമായ കൃത്യനിർവഹണത്തിനായി ജീവിതത്തെ ഈ ശരീരത്തിലൂടെ അനുഭവിക്കാനായി അവതരിച്ച യഥാർത്ഥ ആത്മാവാണ് ഇത്. കർമ്മത്തിൻ്റെ ഒരു ഭാഗം ജനിച്ച കുടുംബത്തിൽ നിന്നും കൈമറിഞ്ഞു കിട്ടിയതായിരിക്കാം. പൂർവാർജിതമായ കർമ്മം പൂർണ്ണമായും യഥാർത്ഥ ആത്മാവിൻ്റേതായിരിക്കില്ല. നല്ലതായാലും ചീത്തയായാലും യഥാർത്ഥത്തിലുള്ള ആത്മാവ് കുടുംബത്തിൻ്റെ കർമ്മത്തിലെ തൻ്റെ പങ്കെടുത്ത് ബാക്കിയുള്ളത് മറ്റു കുടുംബ അംഗങ്ങളിലേക്ക് വിതരണം ചെയ്യും. വിവാഹത്തിനു ശേഷം മറ്റൊരു കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്നുള്ള പൂർവാർജിതമായ കുടുംബകർമ്മവും ആ ആത്മാവ് കൈക്കൊള്ളും. അങ്ങനെ മിശ്രണം വലുതായി വരും. നമ്മുടെ യഥാർത്ഥ ആത്മാവിനെ മാത്രമല്ല, പരാന്നഭോജി സ്വഭാവമുള്ള ഇത്തരം സ്വാധീന ശക്തികളെയും നിത്യവും നമ്മൾ സ്വയം ശുദ്ധീകരിക്കണം. നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ അതിനു സാധിക്കും. എങ്ങനെ? നിങ്ങളുടെ ഊർജകോശങ്ങളിൽ നിന്നും നിങ്ങളുടേതല്ലാത്ത എല്ലാ ഊർജങ്ങളെയും നീക്കം ചെയ്യുമ്പോൾ ജീവിതത്തിൽ തടസ്സം നീങ്ങി നിങ്ങളുടെ വിധി ഉജ്ജ്വല സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു കാണും. പൊതുവിൽ ഇത്തരം സ്വാധീനങ്ങൾ മൂലം മേഘങ്ങളും അന്ധകാരവുമായിരിക്കും ഒരുവൻ ദർശിക്കുക. മാത്രമല്ല, ഇത്തരം സ്വാധീനങ്ങൾ ഒരുവൻ്റെ വിധിയുടെ പ്രഭാവത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അവയെ നീക്കം ചെയ്യുമ്പോൾ അവയുടെ പ്രഭാവം നീങ്ങി ഒരുവന് ഏറെ ലാഘവം അനുഭവപ്പെടും. സേവിക്കാനായി നമ്മൾ നമ്മെ തന്നെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സ്വാധീന ശക്തികൾ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും ഇവയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപാധികളെക്കുറിച്ചുമുള്ള അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം. ജയ് മോഹൻജി.